രാഷ്ട്രീയ കേരളം ഒന്നിച്ച് തമ്പടിച്ച് പ്രചാരണം നടത്തിയ നിലമ്പൂരിൽ അതിന്റെ തീവ്ര പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. എല്ലാ മുന്നണികളുടെയും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവിടെ ആവേശ പെരുമ്പറ തീർക്കുന്നു. വലിയ DJ സെറ്റുകളും കൂറ്റൻ സ്പീക്കറുകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ ആവേശം സൃഷ്ടിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നേരത്തെ കേട്ടു LDF പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള കൊട്ടിക്കലാശത്തിൽ അവിടെ മുഖ്യമന്ത്രി ഡയലോഗുകൾ ഉൾപ്പെടെ പ്ലേ ചെയ്തുകൊണ്ട് പ്രവർത്തകർ ആവേശം കൊള്ളുന്ന കാഴ്ച. മറുവശത്ത് UDFന്റെ യുവനിര ഉൾപ്പെടെ അവിടെ എത്തി വളരെ ആഹ്ലാദപരമായിട്ടുള്ള ഒരു പ്രചാരണത്തിനാണ് അവസാനമാക്കുന്നത്. ഏറ്റവും ഗംഭീരമായി തന്നെ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമം 3 മുന്നണികൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആവേശം അത് കൊട്ടിക്കയറുകയാണ്. 6 മണിക്കാണ് ഏറ്റവും ഒടുവിൽ അത് അവസാനിപ്പിക്കേണ്ട സമയം. അത് കഴിഞ്ഞാൽ നിലമ്പൂർ നിശബ്ദമായിരിക്കണം. മൈക്കോ അല്ലെങ്കിൽ മറ്റ് സംഗീത പരിപാടികളോ ഉപയോഗിച്ചുള്ള പ്രചാരണം ഒന്നും അനുവദിക്കില്ല. അതിന് വിലക്കാണ്. മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂരിലേക്ക് എത്തിയ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം മണ്ഡലം വിട്ട് പോകണം. അങ്ങനെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇനി കൃത്യമായിട്ടുള്ള സുരക്ഷ. നാളെയൊക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. കൂട്ടിക്കിടക്കലിന്റെയും ഒക്കെ ദിവസങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് കാണാം. ഏറ്റവും ആവേശകരമായി തന്നെ ഉപതെരഞ്ഞെടുപ്പിനെ നിലമ്പൂർ ഏറ്റുവാങ്ങുന്നു. ആവേശം അത് പാരമ്യത്തിലാണ്. ഈ ആവേശം പോളിംഗ് ദിനത്തിലും പോളിംഗ് ശതമാനത്തിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ എത്തരത്തിലാണ് ഏറ്റവും ഒടുവിൽ ഫലത്തിലേക്ക് എത്തുമ്പോൾ മാറി മറിയുക എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. നമുക്ക് കാണാം സ്വരാജിന്റെ LDF പ്രവർത്തകരുടെ കൊട്ടിക്കലാശത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. LDF പ്രവർത്തകർ കൂട്ടം കൂട്ടമായി അവിടെ എത്തിയിട്ടുണ്ട്. UDFന്റെ റോഡ് ഷോ അത് പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിച്ചേരും. ആര്യാടൻ ഷൗക്കത്ത്. PV അൻവർ ഇത്തവണ കൊട്ടിക്കലാശത്തിനില്ല. കഴിഞ്ഞ 2 തവണ MLA ആയിരുന്ന PV അൻവർ ഇക്കുറി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആർക്ക് എങ്ങനെയൊക്കെ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നുള്ള വലിയ പ്രാധാന്യമുള്ള നിർണായകമായിട്ടുള്ള ചോദ്യമാണ് രാഷ്ട്രീയ കേരളം നിലമ്പൂരിൽ ഉറ്റുനോക്കുന്നത്. ദൃശ്യങ്ങൾ കാണുക. ഏറ്റവും ആവേശകരമായിട്ടുള്ള കൊട്ടിക്കലാശം. മറ്റൊരാൾ ശ്രീ സമീ ജോസഫ് നമ്മുടെ KPCC പ്രസിഡന്റുമാണ്. ഈ നിലമ്പൂരിൽ എത്രയോ നിരപരാധികളായ മനുഷ്യരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോ ആ വന്യമൃഗ പേടിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശ്വാസം നൽകാൻ ഒരു നടപടിയും എടുക്കാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നിലമ്പൂർ വിചാരണ ചെയ്യാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കർഷകർക്ക് വേണ്ടി, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു യോഗത്തിന് പോയപ്പോൾ ഒരു വീട്ടുകാരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും സമ്മതിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വിലയെക്കുറിച്ച് പറയുന്നില്ല, വിലക്കയറ്റത്തെ കുറിച്ച് പറയുന്നില്ല. പ്രിയമുള്ളവരെ, വിലക്കയറ്റം കേരളത്തിലെ ജനങ്ങൾ തോണിമുട്ടുകയാണ്. ആ വിലക്കയറ്റത്തിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ വിചാരണ ചെയ്ത് വിധിയെഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം പറയാൻ പോകുന്നില്ല. ഈ മലപ്പുറത്തെ അപമാനിച്ച പിണറായി വിജയന് നമ്മൾ മറുപടിയുണ്ട്. മലപ്പുറത്തെ രാജ്യദ്രോഹികളിൽ നിന്ന് വിളിച്ച പിണറായി വിജയന് മറുപടി കൊടുക്കണോ? മലപ്പുറത്തെ ജനങ്ങളെ കവടിച്ചെടുത്തുകാരെ വിളിച്ച പിണറായി വിജയന് മറുപടി കൊടുക്കണോ? മലപ്പുറത്തെ ജനങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി കൊടുക്കണോ? മലപ്പുറത്തെ കുട്ടികൾ പഠിച്ച് പരീക്ഷ പാസ്സായാൽ ട്രോഫിയെടുത്തിട്ടാണെന്ന് അവരെ അവമാനിച്ച CPM-കാരന് മറുപടി കൊടുക്കണോ? മലപ്പുറത്തെ പ്രിയങ്ക ഗാന്ധിക്ക് ലക്ഷത്തിന് ഭൂരിപക്ഷം കൊടുത്തപ്പോ തീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ വർഗീയ രാഘവന് മറുപടി കൊടുക്കണോ? എന്നാൽ ആ മറുപടി എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് ആ 25,000. ഈ മറുപടി എല്ലാം കൂടി കൂട്ടി എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ 25,000. മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രിക്ക് മലപ്പുറത്ത് ഒരു വീടുകളുണ്ട്. അതിന് മുമ്പ് അതിനുള്ള സമയമായി ആ മറുപടി നമ്മൾ 23 തീയതി ഈ
പോവോ? ഇടിവെട്ടിയ പോവോ? ആര്യാടൻ ചൗക്കത്തിന് നിയമസഭയിൽ എത്തിച്ചിട്ട് നമ്മൾ വിശ്രമിക്കുന്നു.